നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂട്ടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സ്വാതിനെയും പല്ലവിനെയാണ്. അപ്പൊ പല്ലവി അങ്ങോട്ട് ചെന്നിട്ട്, സ്വാതി നല്ല കുട്ടിയാന്നാ ഞാൻ വിചാരിച്ചത്. നല്ല കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ നുണ പറയില്ല, അത് നല്ലൊരു രീതി അല്ല എന്ന് പറഞ്ഞു. അതെ, ശരിക്കും മാനം അഭിമാനം എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് സ്വാതി. പക്ഷെ അതിന് എന്താ പറയാ, അതിനു വേണ്ടിയിട്ട് സ്വാതി എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയതെന്ന് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു. അത് അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് സ്വാതിക്ക് തോന്നുന്നുണ്ടോ? ടീച്ചർക്ക് എന്നെ ശരിയും തെറ്റി പഠിപ്പിക്കാനുള്ള അവകാശം ഒക്കെ ഉണ്ട്. അത് പക്ഷെ കോളേജില് ഇത് എന്റെ വീടാണ്. ഇവിടെ ആരും എന്നെ ഭരിക്കുന്നത് എനിക്കിഷ്ടല്ല. ഇത് ഞങ്ങളുടെ ഔദാര്യത്തിലാ താമസിക്കുന്നതെന്ന് അറിയാലോ. കൂടുതൽ ഉപദേശങ്ങളൊന്നുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ശ്രീഗിരി തെറിച്ചതുപോലെ തന്നെ നിങ്ങളും ഇവിടുന്ന് തെറിച്ചിരിക്കും. വിരുന്നവര് വന്നവര് വീട്ടുകാര് ചമേണ്ട, ഞാൻ അതിനെ അനുവദിക്കില്ല. സ്വാതി, ശ്രീഗിരി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മനഃപൂർവ്വം അല്ലേ സ്വാതി അവളുടെ എതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്തേ, ഞാൻ ഇവിടെ പലതും ചെയ്യും, അത് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു. നാണമില്ലല്ലോ വലിഞ്ഞു കയറി വന്ന് താമസിച്ചിട്ട് വന്യന്റെ വക്കാലത്ത് സംസാരിക്കാനായിട്ട്. അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോണം, മനസ്സിലാകുന്നുണ്ടോ? ഭരിക്കാൻ വന്നാല് പടിക്ക് പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം. തെറിപ്പിക്കും ഞാൻ, മനസ്സിലായോ നിങ്ങക്ക് എന്ന് ചോദിച്ച സ്വാതി ആകെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടിട്ടാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സ്വാതി ഒന്ന് നോക്കിയതേ ഉള്ളൂ, സ്വാതി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. അപ്പൊ സേതു അകത്തേക്ക് കയറി എന്താ പറയാ പല്ലവിയുടെ അടുത്തേക്ക് വന്നു. കോളേജിനടുത്തൊരു ലേഡീസ് ഹോസ്റ്റലുണ്ട്, പിന്നെ ഒരു വർക്കിംഗ് വുമൻ ഹോസ്റ്റലും ഉണ്ട്. പിന്നെ അത് പോരെങ്കിലും പിന്നെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരുപാട് വീടുകളുണ്ട്. പക്ഷേങ്കില് അങ്ങോട്ടെങ്കിലും മാറിയാൽ ഈ അപമാനം സഹിക്കേണ്ടി വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വിടില്ല പല്ലവിയെ, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഇന്ദ്രൻ സാധാരണ ആളായിരുന്നുവെങ്കിൽ ഞാൻ അത് ചെയ്തേനെ, ഉറപ്പായി ചെയ്തേനെ. ഇത് അങ്ങനെയല്ലല്ലോ. അവനാണെങ്കിൽ മാനസിക നില തെറ്റിയ ഒരാള് എങ്ങനെയൊക്കെ പെരുമാറും എന്ന് ആർക്കും ഒരു കാരണവശാലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ അപകടങ്ങൾ ഉണ്ടാവുമ്പം അല്ലല്ലോ നമ്മള് എന്താ പറയാ സഹായിക്കേണ്ടത്, അതിനു മുൻപ് തന്നെ തടുക്കുമ്പോഴല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. സ്വാതി അങ്ങനെ പറഞ്ഞതില് എനിക്ക് ഒരു വിഷമം ഇല്ല സേതുവേട്ടാ. എനിക്ക് ഒരിക്കലും അന്യ വീടായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അവര് എന്റെ അനിയത്തിമാരായിട്ട് തന്നെയാ ഞാനും അവരെ കണ്ടിട്ടുള്ളത്. പിന്നെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ സ്വാതി എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, അതൊന്നും കാര്യാക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ സേതുവേട്ടൻ തരുന്ന കരുതലും സ്നേഹമൊക്കെ എനിക്ക് വേറെ എവിടെ കിട്ടാനാ എന്ന് ചോദിച്ചു. അതൊക്കെ ഇട്ടറിഞ്ഞ് പോവാൻ പറ്റുമോ എന്നെ കൊണ്ട്? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ സേതുവേട്ട എന്ന് ചോദിച്ചു. പിന്നെ നമുക്ക് ഒരുമിച്ച് തൊഴയാന്നേ. ദൂരെ എപ്പോഴെങ്കിലും ഒരു കര കാണൂലോ, ആ കര കാണുമ്പോ അപ്പോ ഞാൻ ഈ കൂട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിക്കോളാട്ടോ എന്ന് പറഞ്ഞു. നല്ല കുട്ടികളാ എല്ലാവരും, പ്രായം ഇത്രയല്ലേ ഉള്ളൂ, അതിന്റെ പ്രശ്നാന്നേ. പക്വത വരട്ടെ, അപ്പോ അവർക്കൊക്കെ മനസ്സിലാവും ഞാനും സേതുവേട്ടനും ഒക്കെ പറയുന്നതാ ശരി എന്നാണ്. ദൂരെ ഒരു കര കാണുമ്പോ ഇറങ്ങി പോവാനായിട്ടാണോ ഈ സ്നേഹക്കൂട്ടിലേക്ക് താൻ വന്നത്? പറ. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. വിടാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എന്ന് ചോദിച്ചു സേതു. അപ്പൊ ഒന്ന് ചിരിച്ചു കേട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുകയാണ് രണ്ടാളും. പിന്നെ മാധവ മേനോൻ എന്ന എന്റെ അച്ഛൻ ഈ വീടും ഇവിടുത്തെ താമസ അവകാശവും ഒക്കെ എന്നെ ഏൽപ്പിക്കുമ്പോ പല സ്വപ്നങ്ങളും അദ്ദേഹം കണ്ടിരുന്നു, അതെനിക്കറിയാം. അതൊക്കെ നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പല്ലവി. പക്ഷെ കുറച്ചെങ്കിലും എന്നെ കൊണ്ട് സാധിച്ചു എങ്കിൽ അതിന്റെ ഒരു പങ്ക് അത് പല്ലവിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് പല്ലവിക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്നാ ഞാൻ പറഞ്ഞത്. സ്നേഹത്തിന്റെ വില എന്താന്ന് എന്നെ പഠിപ്പിച്ചത് പല്ലവിയാ, എന്താന്ന് മനസ്സിലാക്കി തന്നതും പല്ലവിയാ. ഈ വീടിനെ സ്നേഹക്കൂട്ടാക്കി മാറ്റിയത്. എനിക്കിവിടെ ഒരു അമ്മയുണ്ട്, പിന്നെ 3 സഹോദരിമാരുണ്ട്. അത് പോരെ, അത് ഉണ്ടാവാൻ കാരണക്കാരി തന്നെ ആരാ? ഞാൻ ഒരിക്കലും ഇവിടുന്ന് പറഞ്ഞു വിടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി ചോദിച്ചിട്ട്, അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല ഈ സേതുമാധവൻ. അപ്പൊ സേതു ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഒന്നും വേണ്ടിയില്ല. പല്ലവിയും ആൾക്ക് ഭയങ്കര സന്തോഷമായി സേതുവിന്റെ വർത്തമാനമൊക്കെ കേട്ടപ്പോഴത്തേനും. എന്നിട്ട് അകത്തേക്ക് കയറി പോവാൻ നേരത്ത്, അതെ ഒരു കാര്യം പറയട്ടെ, ഈ മുടിയും താടിയും മാത്രമല്ല
ഒരു ഹൃദയം കൂടി ഉണ്ട് ഈ പന്തല് പണിക്കാരന് കേട്ടോ എന്ന് പറഞ്ഞു. അത് മറന്നു പോണ്ട എന്നൂടെ പറഞ്ഞു. അപ്പൊ ഒരു ചിരിയൊക്കെ ചിരിച്ച് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. പിന്നെ പറയണ്ടല്ലോ, പല്ലവിക്കും ആ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ സേതുവിനുള്ള ആ ഇഷ്ടം ഇങ്ങനെ എരച്ചെരച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് പാറുവിനെയാണ്. അപ്പൊ പാറു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശോഭ ചായയായിട്ട് റൂമിലേക്ക് വരികയാണ്. ആഹാ, അമ്മേ താങ്ക് യു എന്ന് പറഞ്ഞു. പിന്നെ മോളെ മതി കേട്ടോ, രാത്രി ഒരുപാട് നേരമൊന്നും ഇരുന്ന് പഠിക്കണ്ട കേട്ടോ, നേരത്തെ കിടന്നുറങ്ങിക്കോ, രാവിലെ നിനക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ എന്ന് ചോദിച്ചു. കഷ്ടപ്പെട്ടാൽ എന്താമേ, അതിന്റെ ഗുണം എനിക്ക് തന്നെയല്ലേ കിട്ടാൻ പോണത് എന്ന് ചോദിച്ചു. അതുകൊണ്ടല്ല മോളെ, നാളെ കല്യാണം കഴിച്ചു വിടേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശോഭ. അപ്പൊ ചോദിച്ചപ്പോഴത്തേനും എന്നെ ഒരാൾ കല്യാണം കഴിച്ചു വിട്ട എന്റെ കേട് അമ്മയ്ക്ക് ഇതുവരെ തീർന്നിട്ടില്ലല്ലോ, കണ്ടില്ലേ ഇപ്പൊ ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങള്, എന്നിട്ടാണോ അമ്മ ഇങ്ങനെ പറയുന്നത്? മോളെ നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനും അമ്മയ്ക്കും സമാധാനമാവണമെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ തീരണം, എങ്കിൽ മാത്രമേ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അമ്മ ആദ്യം ഈ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം. ഇപ്പോഴേ കാലമൊക്കെ മാറി. പണ്ട് എന്താ പറയാ, അടുക്കളയിൽ മാത്രം കൂടി കുട്ടികളെയും പ്രസവിച്ച് പിന്നെ അവരുടെ ഭക്ഷണവും ഉണ്ടാക്കി അവരുടെ ജീവിതങ്ങൾ അങ്ങനെ അങ്ങ് തീർന്നു പോയിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഇന്ന് അവർക്ക് എല്ലാവർക്കും എന്താ പറയാ, സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ട്, സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരാണ്ട് തുണ വേണമെന്ന് എന്താമേ നിർബന്ധം? സ്വന്തമായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. പക്ഷെ മോളുടെ അത്ര അറിവൊന്നും ഈ അമ്മയ്ക്കില്ല, എങ്കിലും നീ വിവാഹം കഴിക്കുന്നില്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെയല്ല അമ്മേ ഞാൻ പറഞ്ഞത്. എനിക്ക് പിന്നെ നിങ്ങളായിട്ട് ഒരാളെ കണ്ടുപിടിച്ച് തന്നാലും ഞാനത് സ്വീകരിക്കുമെന്ന്, നിങ്ങൾ ചേച്ചിയെ പോലെ ഞാൻ സ്വീകരിക്കുമെന്ന് നിങ്ങളത് വിചാരിക്കണ്ട. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് സംഭവിച്ചത് എന്റെ മുന്നിൽ ഇങ്ങനെ ദൃഷ്ടാന്തമായിട്ടിരിക്കുവാണല്ലോ, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് തന്നെ പാറു പറഞ്ഞു. ഞാൻ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട, എനിക്ക് ബോധിച്ച് എന്റെ കൂടെ പാർട്ട്ണർ ആവാം എന്ന് തീരുമാനിച്ച ഒരാളുണ്ടെങ്കിൽ ആ ആളെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്ന് തന്നെ പാറു ഉറപ്പിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ പാറുവിന്റെ എല്ലാ ഇതും കേട്ടു ശോഭ. പക്ഷെ ശോഭയ്ക്ക് പഴയ മനസ്സാണല്ലോ, ആ ഒരു മനസ്ഥിതി വെച്ചിട്ട് അത് അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ ഒന്നും സാധിച്ചില്ല. എങ്കിലും ഇന്നത്തെ തലമുറ ഇങ്ങനെയാണ് എന്നൊക്കെ പാറു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അവരവരുടെ ജീവിത ശൈലിയിലെ വന്ന മാറ്റങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്നൊരു ഭർത്താവ്, അതായിരിക്കണം പാർട്ട്ണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, എല്ലാത്തിനും ജോലിയിലാണെങ്കിലും ഇക്വാളിറ്റി, എന്താ പറയുക, ഇക്വാളിറ്റി അല്ല, ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈക്വൽ ആയിട്ട് എങ്ങനെ പോരുന്നോ അങ്ങനെയുള്ളൊരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കട്ടായം പറഞ്ഞു പാറു. ശരി എന്നാ നിന്റെ ഇഷ്ടം പോലെ ഞാൻ നടക്കട്ടെ, എന്നാ ശരി എന്ന് പറഞ്ഞ് അപ്പൊ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വേഗം ചായ കൊടുത്ത ഗ്ലാസ് ചായ കുടിച്ച് തീർത്തിട്ട് പാറു കൊടുക്കുകയാണ്. മനസ്സിലായി, ഈ ഗ്ലാസ് പോലും കഴുകാൻ നീ എന്നെ സഹായിക്കരുത് കേട്ടോ. ഈ വീട്ടിലെ എന്തുമാത്രം പണിയുണ്ട്, എന്തുമാത്രം പാത്രം കഴുകാനുണ്ടെന്ന് നിനക്കറിയോ? അമ്മയുടെ പണിയൊന്നും കൂട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അമ്മേ ഞാനിത് പഠിച്ചു തീർന്നിട്ട് ഇപ്പൊ വരാം, എന്നിട്ട് ഞാൻ അമ്മയെ സഹായിക്കാം. വേണ്ട ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശോഭ അങ്ങോട്ടേക്ക് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മാഷാണെങ്കിൽ ആളൊരു പഞ്ചപാവമാണ് കേട്ടോ. അപ്പൊ മാഷ് അവിടെ നിൽക്കുകയാണ്, നിന്ന് പാത്രങ്ങൾ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശോഭ വരുന്നത്. മാഷ് എന്ത് പണിയാ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അതെ, ശരിക്കും പറഞ്ഞാല് എന്റെ ശോഭ, ഞാനൊന്ന് പാത്രം കഴിക്കുന്ന വെച്ച് ഇപ്പൊ എന്താ സംഭവിക്കാനിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്റെ പൊന്നു മാഷേ, ഇതിനൊക്കെ ചെയ്യാൻ ഞാനില്ലേ? പൊന്ന് ശോഭേ, ഇന്നത്തെ കാലത്തൊക്കെ മാറി, എല്ലാം ഷെയർ ചെയ്ത് ജീവിക്കുന്ന കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും ആണെന്നോ പെണ്ണെന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം, അതാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു. ഇത് തന്നെയാ ഇപ്പൊ പാറു പറഞ്ഞത് എന്ന് പറഞ്ഞു. ശരിക്കും അതാ. പക്ഷെ മാഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനേ ആ പഴയ ചിന്താഗതിയിലുള്ള ആളാ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. എന്താണെന്നറിയോ, അന്ന് പല്ലവിയുടെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു നോക്കിയേ, നമ്മളൊരു കണക്കിന് പാറു പറയുന്നതും ശരിയാണ്. ഇന്നത്തെ കാലത്ത് വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് മാഷിങ്ങനെ ചോദിക്കാണ്. അവൾക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പ്രാപ്തിയുണ്ട് എന്ന് അവൾ തീരുമാനിച്ചു എങ്കിൽ അവളെ നിൽക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവൾക്ക് തോന്നുമ്പോൾ അവൾ വിവാഹം കഴിക്കട്ടെ, അതാ അതിന്റെ ശരി. നമ്മളായിട്ട് ഒരു വിവാഹം നടത്തി കൊടുത്തു, പാവം കണ്ടില്ലേ അവളുടെ ഒരവസ്ഥ. നമ്മുടെ നിർബന്ധത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വിവാഹം നടത്തി കൊടുത്തത്. ഇപ്പം കണ്ടോ അവൾ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചു. മാഷെ, ഞാൻ പഴഞ്ചൻ ചിന്താഗതിക്കാരിയാന്ന് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ പണ്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ അറിയില്ല എന്ന്. അത് മാത്രമല്ല മാഷേ,
എനിക്ക് അതൊന്നും ചിന്തിച്ച് പല്ലവീനെ അന്ന് ഇറക്കി വിട്ട വീട്ടിൽ നിന്ന് വഴക്കുണ്ടായി വന്നപ്പം വീട്ടിൽ കയറ്റണ്ട എന്നായിരുന്നു എൻ്റെ ചിന്താഗതി. ആ ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കും മാഷേ, ശരിയാണ്. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ എന്ത് മണ്ടത്തര ചിന്തിച്ചത്. നാട്ടുകാരെ ഓർത്തു, വീട്ടുകാരെ ഓർത്തു, അതുപോലെ പലരെയും ഞാൻ ഓർത്തു. പക്ഷേ എങ്കിൽ എൻ്റെ പല്ലവിയെ പറ്റി ഞാൻ ഓർത്തില്ല. അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ എനിക്ക് ആ ചിന്താഗതി ഒന്നും മാറ്റാൻ പറ്റണില്ല. അതെന്റെ കുറവായിരിക്കും. കുറവല്ല, അതൊക്കെ ശരിയാകും. താനേ ഇപ്പം സമാധാനമായിട്ട് പോയി കിടക്ക, ഞാൻ ഈ പാത്രം കഴുകി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മാഷെ സമാധാനിപ്പിച്ച് നേരെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആൾ അങ്ങോട്ടേക്ക് പോയത്. കാണുന്ന അച്ചുവിനെയാണ്. അപ്പൊ അച്ചു ആള് ഭയങ്കര സങ്കടത്തിലാണ് ഹരിയെ ഓർത്തിട്ട്. അപ്പൊ ഹരിയുടെ ഫോണിലേക്ക് അച്ചു വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ വിളിച്ചു, ആ ഹലോ അച്ചു, നിന്റെ വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്രയും നേരമായിട്ട് കാണാത്തപ്പോ ഞാൻ കരുതി എന്നെ മറന്നുപോയിന്ന്. അതല്ല ഹരി, എനിക്കൊരു കുറ്റബോധം, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത് എന്ന് പറഞ്ഞു. അതിനെന്താ കുറ്റബോധം? അച്ചു എന്ത് തെറ്റാ ചെയ്തത്? അല്ല ഹരി, ഞാൻ കാരണമല്ലേ, ഞാൻ ആ ഫോൺ കൊണ്ടുപോയി റൂമിൽ കുത്തിയിട്ടോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അല്ല, എന്റെ ദോഷം എന്നല്ലാണ്ട് എന്ത് പറയാനാ. അതൊക്കെ അങ്ങനെ വരുള്ളൂ. ഞാനേ ഒരു വിധി ഇല്ലാത്തവനാ, അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അച്ചൂന് എന്ന് പറഞ്ഞു. കാളവണ്ടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ കാളവണ്ടി? അതിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന കാളയുണ്ടല്ലോ, അതായിരിക്കും ഏറ്റവും നിർഭാഗ്യം കെട്ട കാള. കാരണം എന്താണെന്നറിയോ, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ തല്ല് കിട്ടുക എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ തന്നെയാ എന്റെ അച്ചു. അതാ ഞാൻ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷെ ഹരി, അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് ഒന്നിനും ഒരു വിധിയും ഒരു യോഗവും ഇല്ലാത്ത ആളാണ് സത്യത്തില്. സോറി ഹരി എന്ന് പറഞ്ഞു. എന്തിനാ? ഞാനല്ലേ ശരിക്കും പറഞ്ഞാല് ക്ഷമ പറയേണ്ടത് അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ടത് എന്ന് ചോദിച്ചു. അച്ചു എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത്? എന്നാലും ഹരിക്ക് ഈ അവസ്ഥ വന്നല്ലോ, സാരമില്ലടോ, എല്ലാം ശരിയാവും. ശരിയാവുമായിരിക്കും. ശരിയായെങ്കിൽ ഹരി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പം സേതുവട്ടം വിളിച്ചിട്ട് പോലും ഞാൻ വരാൻ കൂട്ടാക്കിയില്ല. പിന്നീട് നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും സാഹചര്യം സന്ദർഭമൊക്കെ ശരിയായി വന്നാൽ ഞാൻ ശ്രമിക്കാം എന്നുള്ള മട്ടില് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഹരി. പക്ഷെ ഇങ്ങനെ അച്ഛനൊരു വിഷമമൊക്കെ വന്നു. ഹരിയുടെ അവസ്ഥ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയേണ്ടത് എന്നറിയില്ല അച്ഛന്. എങ്കിലും അച്ഛനെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ, ഒരുപാട് സന്തോഷം. ഞാനേ എന്നാ പെട്ടെന്ന് അച്ഛൻ്റെ ഫോണിലേക്ക് നിഖില് വിളിക്കുകയാണ്. അപ്പൊ ഈ കോളിന്റെ ഇതിൽ ഇങ്ങനെ ഇത് കണ്ടപ്പോഴത്തേനും വേഗം തന്നെ അച്ചു പറഞ്ഞു, അതെ ഒരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞു. ശരി, എന്നാ ഇടയ്ക്ക് വിളിക്കണേ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയും ചെയ്തു. അപ്പൊ ഫോൺ വന്നത് എന്നിട്ട് ഫോൺ കട്ടാക്കിയിട്ട് വേഗം നിഖിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവ ഫോൺ വിളിച്ചു. അച്ചു വേഗം ഫോൺ എടുത്തു. ആരായിരുന്നു ഫോണിൽ എന്ന് കടുപ്പിച്ച് ചോദിച്ചു. അതൊരു ഫ്രണ്ട്. ഏത് ഫ്രണ്ടാ എന്ന് ചോദിച്ചു. അത് ഒരു ഫ്രണ്ട്, അത്രേ ഉള്ളൂ. ആണോ പെണ്ണോ? ആരാ ഫോൺ വിളിച്ചത് എന്ന് ചോദിച്ചു. അതിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കറിയണം, ഞാൻ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. അപ്പൊ പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കണം, എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് കട്ടായം ഇവനിങ്ങനെ പറയാണ്. അപ്പൊ അച്ഛൻ എന്താ പോലെ ആയിപ്പോയി, ഇവൻ എന്താ വർത്താനായി പറയുന്നത് എന്നോർത്ത്. അപ്പൊ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പറഞ്ഞത് കേട്ടില്ലേ, നീ ഒരു കാര്യം ചെയ്യാം, വേഗം തന്നെ ആ കോൾ ചെയ്തതിന്റെ ആ ഹിസ്റ്ററി ആ നമ്പർ സഹിതം നീ എനിക്ക് ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. അതെന്തിനാ? എനിക്ക് അറിയണം നീ ആരെയാ ഈ പാതിരാത്രി വിളിച്ചതെന്ന്. അതെ, അപ്പോഴത്തേനും അച്ഛനങ്ങ് ദേഷ്യം വന്നു കേട്ടോ, വല്ലാണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതെ നിങ്ങളെ കൂടുതൽ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ പ്രൈവസി കയറി ഇടപെടരുത്. ഞാൻ ആരെ വിളിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ വിളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ, അല്ലാതെ നിങ്ങളല്ല. നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനിക്കണമെന്നും ആരെ വിളിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാ എന്ന് പറഞ്ഞ് അച്ചു ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ കാണുന്നത് പ്രതാപനെയാണ്. അപ്പൊ പ്രതാപനുണ്ട്, പപ്പിയുണ്ട്, നിഖിലുണ്ട്. ആള് ഭയങ്കര ടെൻഷനിലാണ് നിഖില്. ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പപ്പി കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് പാലൊക്കെ തിളപ്പിച്ച് ദാ മോനെ കഴിക്കുക എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തു. എന്നെ നിഖിലെ, നീ എന്ത് പണിയായി കാണിച്ചത്? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. എങ്കിലും അവള് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, അവള് രാത്രി ആരെയാ വിളിക്കുന്നതെന്ന് എനിക്കറിയണ്ടേ എന്ന് ചോദിച്ചു. അതെ, ഇതിനെ പറയുന്ന പേരാ പൊസസീവ്നെസ്, മനസ്സിലായോ? സംശയരോഗം എന്നൊക്കെ പറയും. ഈ ആരെ വിളിച്ചാൽ എന്താടാ കുഴപ്പം? ഇന്നത്തെ കാലത്ത് ഇത് വല്ലതും പ്രശ്നമാണോ? അവൾ അവളുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു. പക്ഷെ എങ്ങനെയുണ്ടല്ലോ, എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും കയറി കൈ കടത്താൻ പാടില്ല. കൈ കടത്തിയാലേ അത് ലാസ്റ്റ് നിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കും. ആദ്യം നിന്റെ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് വരച്ച വരയിൽ നിർത്താം. പക്ഷേങ്കില് പെണ്ണിന്റെ വാക്ക് കേട്ട് നിൽക്കുന്ന ആളല്ല നിഖില്. നിഖിലിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇവൻ ചൂടായി അകത്തേക്ക് കയറി അങ്ങ് പോവാണ്. അപ്പൊ പത്മ ഇങ്ങനെ നോക്കിയിട്ട്, എന്റെ പൊന്നോ, പ്രധാനൊരു സംശയം, എന്നെയാണോടി അവൻ ഈ പെണ്ണുങ്ങൾ പറയുന്ന വാക്ക് കേട്ടതെന്ന് പറഞ്ഞത്? ആണെങ്കിൽ
ഇപ്പൊ എന്താന്ന് ചോദിച്ചു പപ്പി. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ? ഓ ഇല്ലേ, ഒരു ദോഷമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം. ഇവരുടെ രണ്ടുപേരുടെയും എത്രയും വേഗം കല്യാണത്തിന് എന്ത് സ്ത്രീധനം കിട്ടുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ അവർ അറിഞ്ഞു തരുവടി. അത് പോരാ, എത്ര സ്ഥലം, എത്ര സ്വർണം, എത്ര പണം എല്ലാം കൃത്യമായി അറിയണം. കല്യാണത്തിന് ശേഷം ഇതൊക്കെ ചോദിച്ചാലേ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവും. അതൊന്നും നടക്കില്ല. അതിനു മുൻപ് എല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ശ്രമിച്ചാ പോരാ, ശ്രമിച്ചാ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് പപ്പി അകത്തേക്ക് കയറി പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് സേതുവിനെയാണ് കേട്ടോ. സേതു ഹരിനെ ഓർത്ത് ആകെ ടെൻഷനിലും സങ്കടത്തിലുമാണ്. ആള് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ പൂർണിമാമ കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട്, സേതു നീ കിടന്നോ? കിടന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണമായിട്ട് ചെല്ലുകയാണ്. എന്ത് പറ്റി, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? എനിക്ക് തീരെ വിശപ്പില്ല പൂർണിമാമേ, അതുകൊണ്ടാ. ഹരിയുടെ കാര്യം സത്യാവസ്ഥ ഞാൻ ഇപ്പോഴറിഞ്ഞത്. അങ്ങനെ സംഭവിച്ചു പോയി മോനെ എന്ന് പറഞ്ഞു. അവനൊരു പാവമ്മ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പറഞ്ഞു സാരമില്ല, തെറ്റുപറ്റിയത് നമുക്കല്ലേ. ഞാൻ ചെന്ന് മാപ്പ് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവരാം, ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. വേണ്ട, അത് വേണ്ട എന്ന് തന്നെ സേതു പറഞ്ഞു കേട്ടോ. അതെ, അർഹതയുള്ളിടത്ത് കയറുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. വെറുതെ പാവത്തിന് എന്തിനാ മേനിയും ക്രൂശിക്കുന്നത്? അവൻ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള സംസാരമാണ്. പക്ഷേങ്കില് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു, എന്റെ സങ്കടങ്ങളൊന്നും ആരോട് പറയാനാ എന്ന് പറഞ്ഞു. അത് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നാല് സ്വാതിക്കും ഋതുവിനും ഒന്നും ഇഷ്ടാവില്ല. അവരുടെ വീടല്ലേ ഇത്. അപ്പൊ പിന്നെ അവനാണെങ്കിൽ അനാഥൻ, അവൻ ആരുമില്ലാത്തവനും. അതുകൊണ്ട് അവനെ വിളിച്ചോണ്ട് വരണ്ട എന്ന് തന്നെ സേതു പറഞ്ഞു. അവനെ എനിക്ക് എന്റെ മനസ്സിന്റെ വേദനയും അവനോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്നും എനിക്കറിയാം. സേതുവിന് ഇത്രയും വിഷമമുണ്ടെങ്കിൽ ഹരിക്ക് എന്തുമാത്രം സങ്കടം കാണും അല്ലേ? അവൻ പാവാ എന്ന് പറഞ്ഞു. മോനെ, എന്റെ വിഷമമൊന്നും കാണാൻ ആരുമില്ലല്ലോ. ആര് പറഞ്ഞു? സേതു, നീ വിഷമിക്കുന്നതും നീ സങ്കടപ്പെട്ടിരിക്കുന്നതും ഒക്കെ എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. നീ എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കണം. ഈ കുടുംബത്തിന്റെ താങ്ങും തണലും തൂണും ഒക്കെയാണ് നീ എനർജി ആയിരുന്നാലേ ഈ കുടുംബം നേരെ നിൽക്കൂ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.